ആവറേജിന്റെ 4ാമത്തെ ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ക്ലാസ് എത്തിക്കഴിഞ്ഞു. മക്കളെ 3 പാർട്ടുകൾ കംപ്ലീറ്റ് ആയല്ലോ. 4ാമത്തെ പാർട്ടില് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ഓരോ ടൈപ്പ് ചോദ്യങ്ങളായിട്ട് നമ്മൾ തുടങ്ങുന്നത് ടൈപ്പ് 10ലാണ്. കാരണം 9 ടൈപ്പുകൾ ഓൾറെഡി 3 പാർട്ടുകളിലായി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ 10ാമത്തെ ടൈപ്പാണ്. ആവറേജിന്ന് അനേകം തവണ ചോദിച്ച ഒരു ടൈപ്പാണിത് കേട്ടോ. നമുക്ക് നോക്കാം ചോദ്യം. ഇതാണ്. 20 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ ശരാശരി വയസ്സ് 15ആണ്. ടീച്ചറുടെ വയസ്സും കൂടെ കൂട്ടിയാൽ ശരാശരി 2 കൂടും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഓക്കെ, ചോദ്യം ഒന്നുകൂടെ. 20 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ ശരാശരി വയസ്സ് 15ആണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ആ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 15ആണ്. ഇനി ടീച്ചറുടെ വയസ്സും കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലേക്ക് ടീച്ചറും കൂടെ വന്നപ്പം ശരാശരി വയസ്സ് 2 കൂടി എങ്കിൽ ആ വന്ന ടീച്ചറിന്റെ വയസ്സ് എത്ര? മക്കളെ, ഈ 10ാമത്തെ ടൈപ്പ് ചോദ്യത്തിന്റെ പ്രത്യേകത ഒരു ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ വന്നു എന്ന് പറയും. അങ്ങനെ വന്നപ്പോൾ ശരാശരിയിൽ ഇത്ര വർധനവുണ്ടായെന്നോ ഇത്ര കുറവുണ്ടായെന്നോ പറയും. എങ്കിൽ വന്നയാളുടെ വയസ്സോ വെയിറ്റോ ഒക്കെ ചോദിക്കും. ഇതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ പല ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. പുതിയ ആളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അല്ലാതെ നമ്മൾ എല്ലാവർക്കും ഈക്വൽ ആക്കി കൊടുത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പല രീതികളുണ്ട്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഈ കണക്ക് ഷോർട്ട് കട്ട് ഒന്നും പഠിക്കണ്ട. കാരണം ഇതിൽ 2 പേര് പോയി 3 പേര് വന്നു, അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവും ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചാൽ. ഓരോന്നിനും ഓരോന്നായിട്ട് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് നോർമലി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അപ്പൊ എൻ്റെ സജഷൻ നോർമലി ചെയ്യുക. അതാകുമ്പം ഈ 2 പേര് പോയെന്നോ 3 പേര് വന്നെന്നോ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒരാളുടെ കേസ് അല്ലാതെ ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടെ മക്കളെ. 20 കുട്ടികളുള്ള ക്ലാസ്സിലെ ശരാശരി വയസ്സല്ലേ 15 ആണ്. 20 കുട്ടികളുള്ള ക്ലാസ്സിലെ ശരാശരി വയസ്സാണ് 15 ആണല്ലോ. അപ്പം കുട്ടികളുടെ എണ്ണമാണ് 20, അവരുടെ എല്ലാം കൂടെ ശരാശരി വയസ്സാണ് 15 ആണോ. ടീച്ചറും കൂടെ വന്നപ്പോഴത്തേക്കും ആകെ 21 ആളുകളായി. അപ്പൊ ശരാശരി 2 കൂടി എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ഥാനത്ത് 2 കൂടി 17 ആയി എന്നർത്ഥം. ശരിയാണോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, 20 പേരുടെ ശരാശരി വയസ്സ് 15ആണ്. 20 പേരുടെ ശരാശരി വയസ്സ് 15ആണ്. ടീച്ചറും കൂടെ വന്നപ്പോഴത്തേക്കും 21 പേരായി. ശരാശരി 2 കൂടി 17 ആയിട്ട് മാറി. എങ്കിൽ വന്നയാളുടെ വയസ്സ് കാണും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. 20 പേരുടെ ശരാശരി വയസ്സ് 15 ആണെങ്കിൽ 20 പേരുടെ ആകെ വയസ്സ് കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ പോരെ. 20 ഇൻറ്റു 15 അല്ലേ ഇവരുടെ ആകെ വയസ്സ്. നമുക്കത് 300 എന്ന് കിട്ടും. അപ്പൊ 20 കുട്ടികളുടെ ആകെ വയസ്സ് 300ആണ്. ടീച്ചറും കൂടെ വന്നപ്പോൾ 21 പേരായി, ശരാശരി 17 ആയി. അപ്പൊ 21 പേരുടെ ആകെ വയസ്സ് കണ്ടുപിടിക്കാമല്ലോ. 21 പേരുടെ ആകെ വയസ്സ് കാണാൻ 21 ഇൻറ്റു 17 ചെയ്താൽ പോരെ. അത് നമുക്ക് 357 കിട്ടും. 20 പേരുടെ ആകെ വയസ്സ് 300ഉം 21 പേരുടെ ആകെ വയസ്സ് 357ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്ന 57 ആണ് പുതുതായി വന്ന ടീച്ചറുടെ വയസ്സ്. ഇതാണ് ഇതിന്റെ നോർമൽ മെത്തേഡ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതാ മക്കളെ. നിങ്ങൾ ഒത്തിരി ഷോർട്ട് കട്ടിന്റെ പുറകെ പോയാൽ ഒത്തിരി കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ വെറുതെ തുക എടുത്ത് ഡിഫറൻസ് എടുത്താൽ കിട്ടുന്ന ഉത്തരവാണിത്. 20 പേരുടെ ശരാശരി വയസ്സ് 15 ആണെങ്കിൽ ആകെ വയസ്സ് 20 ഇൻറ്റു 15 300. 21 പേരുടെ ശരാശരി വയസ്സ് 17 ആണെങ്കിൽ ആകെ വയസ്സ് 21 ഇൻറ്റു 17 357. അപ്പൊ 20 പേരുടെ ആകെ 300ഉം 21 പേരുടെ ആകെ 357 ആണെങ്കിൽ എക്സ്ട്രാ വന്ന 57 ആണ് ടീച്ചറുടെ വയസ്സ്. ഇത്ര ഉള്ളൂ ഇതിന്റെ ലോജിക്ക്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി തൂക്കം 12 കിലോഗ്രാം ആണ്. ഓക്കെ, 40 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. ശരാശരി തൂക്കം 12 കിലോഗ്രാം ആണ്.
ടീച്ചറെയും കൂടെ പരിഗണിച്ചാൽ ശരാശരി 1 കൂടും. ടീച്ചറും കൂടെ വരുമ്പോൾ 41 പേരാകും. ശരാശരി 12 എന്നുള്ളത് 1 കൂടി 13 കിലോഗ്രാം ആകും അല്ലേ? എങ്കിൽ ടീച്ചറുടെ തൂക്കം കാണണം. അപ്പൊ 40 കുട്ടികളുടെ ശരാശരി തൂക്കം 12 ആയിരുന്നു. ടീച്ചറും കൂടെ വന്നപ്പം 41 ആളുകളായി. ശരാശരി 1 കൂടി എന്ന് പറഞ്ഞാൽ 12 ആയിരുന്നു 13 ടീച്ചറുടെ തൂക്കം കാണണം. മക്കളെ, ആദ്യം 40 പേരുടെ ശരാശരി തൂക്കം അല്ലേ 12 എന്ന് പറഞ്ഞേക്കുന്നേ. 40 പേരുടെ ശരാശരി തൂക്കമാണ് അവിടെ 12 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ 40 പേരുടെ ആകെ തൂക്കം 40 × 12 അല്ലേ? അതായത് 40 പേരുടെ ആകെ തൂക്കം 480 എന്നല്ലേ വരുന്നത് ആണ്. ഇനി അടുത്തത് 41 പേരുണ്ട് ടീച്ചറും കൂടെ വരുമ്പോൾ. അപ്പൊ ശരാശരി തൂക്കം 13 41 പേരുടെ ശരാശരി തൂക്കം 13 ആണെങ്കിൽ 41 പേരുടെ ആകെ തൂക്കം 41 × 13 41 × 13 533 എന്ന് വരും. 41 × 13 533. അപ്പം 41 പേരുടെ ശരാശരി തൂക്കം 13 ആണെങ്കിൽ 41 പേരുടെ ആകെ തൂക്കം 41 × 13 533. ഇതിന്റെ ഡിഫറൻസ് എത്രയാണോ അതാണ് ടീച്ചറുടെ തൂക്കമായിട്ട് എടുക്കേണ്ടത്. സോ ടീച്ചറുടെ തൂക്കം 53 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 40 പേരുടെ ശരാശരി തൂക്കം 12 കിലോഗ്രാം. അപ്പൊ 40 പേരുടെ ആകെ തൂക്കം 480. 41 പേരുടെ ശരാശരി തൂക്കം 13. അപ്പൊ 41 പേരുടെ ആകെ തൂക്കം 41 × 13 533. അപ്പൊ ഈ എക്സ്ട്രാ വന്ന 53 കിലോഗ്രാം ആണ് പുതുതായിട്ട് വന്ന ടീച്ചറുടെ തൂക്കം. മുന്നോട്ട്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഫുട്ബോൾ ടീമിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 24 ഒരു ഫുട്ബോൾ ടീമിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 24 ക്യാപ്റ്റന്റെ വയസ്സ് കൂടി പരിഗണിച്ചാൽ നമുക്കറിയാം 11 പേരാകും. ശരാശരി വയസ്സ് 1 കൂടുമെങ്കിൽ 25 ആകും. എങ്കിൽ ക്യാപ്റ്റന്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ 10 പേരുടെ ശരാശരി വയസ്സ് 24 ആണെങ്കിൽ 10 പേരുടെ ആകെ വയസ്സ് 24 × 10 240 കിട്ടും. 10 പേരുടെ ആകെ വയസ്സ് 240. ഇനി ടീച്ചറും കൂടെ വരുമ്പം ക്യാപ്റ്റനും കൂടെ വരുമ്പോൾ 11 പേരാകും. ശരാശരി 25 ആകും. 11 പേരുടെ ശരാശരി വയസ്സ് 25 ആണെങ്കിൽ 11 പേരുടെ ആകെ വയസ്സ് 11 × 25 275 എന്ന് വരും അല്ലേ? അപ്പം 10 പേരുടെ ആകെ വയസ്സ് 240, 11 പേരുടെ ആകെ വയസ്സ് 275. അപ്പൊ എക്സ്ട്രാ വരുന്ന 35 ആണ് ക്യാപ്റ്റന്റെ വയസ്സ് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ മക്കളെ, 15 സംഖ്യകളുടെ ശരാശരി 45 15 സംഖ്യകളുണ്ട്, അതിന്റെ ശരാശരി 45 എന്ന് തന്നിട്ടുണ്ട്. പുതുതായി ഒരു സംഖ്യയും കൂടെ ചേർത്തു. അപ്പൊ 16 സംഖ്യകളായി. ശരാശരി 2 കുറഞ്ഞു. 45 ആയിരുന്നത് 43 മാറി. എങ്കിൽ പുതുതായി ചേർത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ 15 സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ടല്ലോ. 15 സംഖ്യകളുടെ ശരാശരി 45 ആണെങ്കിൽ 15 സംഖ്യകളുടെ തുക 15 × 45 ആണോ? 15 സംഖ്യകളുടെ തുക 15 × 45 675 എന്ന് കിട്ടും. ഇനി 16 സംഖ്യകളാകുമ്പോൾ ശരാശരി 43 മാറും. അപ്പൊ 16 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 16 × 43 16 × 43 688 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണോ അതാണ് അടുത്തതായി, അതായത് 16ാമതായി ചേർത്ത സംഖ്യ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്, 13 അല്ലെ? 15 സംഖ്യകളുടെ ശരാശരി 45 എങ്കിൽ 15 സംഖ്യകളുടെ തുക 15 × 45 675. ഓക്കെ, ഒരു സംഖ്യയും കൂടെ ചേർത്തപ്പോൾ 16 സംഖ്യകളായി. ശരാശരി 2 കുറഞ്ഞ് 43 16 സംഖ്യകളുടെ ശരാശരി 43 ആണെങ്കിൽ 16 സംഖ്യകളുടെ തുക 16 × 43 688. ഇതാണ് 15 സംഖ്യകളുടെ തുക, ഇതാണ് 16 സംഖ്യകളുടെ തുക. ഡിഫറൻസ് ആയിട്ട് വരുന്ന 13 ആണ് പുതുതായി ചേർത്ത സംഖ്യ. മുന്നോട്ട്, 30 ആളുകൾ യാത്ര ചെയ്യുന്ന ബസ്സിലെ ശരാശരി വയസ്സ് 42 ഓക്കെ, അപ്പം 30 ആളുകൾ യാത്ര ചെയ്യുന്ന ബസ്സിലെ ശരാശരി വയസ്സ്
42 30 ആളുകളുടെ ശരാശരി വയസ്സ് 42. ഒരാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം 30 ആളുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 29 ആളുകളായി. അപ്പോൾ ശരാശരി ഒന്നുകൂടി 42 ആയിരുന്ന ശരാശരി 43 എങ്കിൽ ഇറങ്ങിയ ആളുടെ വയസ്സ്, ഇതിൽ ഒരാൾ പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ വന്നു എന്ന സാഹചര്യമല്ല, ഒരാൾ പോയി എന്ന സാഹചര്യം. അപ്പൊ 30 പേരുടെ ശരാശരി വയസ്സ് 42 ആണെങ്കിൽ 30 പേരുടെ ആകെ വയസ്സ് കണ്ടുപിടിക്കാം. 30 × 42 ചെയ്താൽ മതി. ആണോ മക്കളെ? എത്ര കിട്ടും? 1260 എന്ന് കിട്ടും 30 പേരുടെ ആകെ വയസ്സ്. ഒരാൾ പോയപ്പോൾ 29 പേരേ ഉള്ളൂ, അവരുടെ ശരാശരി 43 29 പേരുടെ ശരാശരി 43 ആണെങ്കിൽ 29 പേരുടെ ആകെ വയസ്സ് 29 × 43 1247 കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണോ അതാണ് പോയ ആളുടെ വയസ്സായിട്ട് എടുക്കണ്ടേ. ഇതിന്റെ ഡിഫറൻസ് 13. സോ 13 മക്കളെ പോയ ആളുടെ വയസ്സ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ നമ്മുടെ ആൻസർ 13 എന്നാണ് വരുന്നത്. ചെയ്തത് പക്കയാണല്ലോ, ക്ലിയർ ആണ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16 യാത്രക്കാരുള്ള ബോട്ടിലെ ശരാശരി ഭാരം 50 കിലോഗ്രാം. 16 യാത്രക്കാരുള്ള ബോട്ടിലെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. ഒരാൾ ബോട്ടിൽ നിന്നിറങ്ങി. അപ്പൊ 15 പേരേ ഉള്ളൂ. ശരാശരി ഭാരം 200 ഗ്രാം കുറഞ്ഞു. 200 ഗ്രാം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 0.2 കിലോഗ്രാം ആണ്. ഓർത്തോണം കേട്ടോ. 200 ഗ്രാം എന്നത് 0.2 കിലോഗ്രാം ആണ്. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. 200 ഗ്രാം 0.2 കിലോഗ്രാം. അപ്പൊ 200 ഗ്രാം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 0.2 കിലോഗ്രാം കുറഞ്ഞു എന്നാ. അതായത് 49.8 കിലോഗ്രാം ആണ് ഇപ്പോഴുള്ള തൂക്കം. 49.8. അപ്പം 16 പേരുടെ 50 കിലോഗ്രാം ആയിരുന്നു. ഒരാൾ പോയപ്പം 200 ഗ്രാം കുറഞ്ഞു. അപ്പൊ 15 പേരുടെ 49.8 കിലോഗ്രാം ആണ് തൂക്കം. ഓക്കെ. അപ്പം 16 പേരുടെ ശരാശരി തൂക്കം അല്ലേ മക്കളെ തന്നേക്കുന്നേ. 16 പേരുടെ ആകെ തൂക്കം കാണാമല്ലോ. 16 × 50 എന്ന് വരും. അതായത് 800 കിലോഗ്രാം. 15 പേരുടെ ശരാശരി തൂക്കം 49.8 ആണെങ്കിൽ 15 പേരുടെ ആകെ തൂക്കം 15 × 49.8 കിട്ടും. 15 × 49.8 747 എന്ന് വരും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്ന 53 ഇറങ്ങിയ ആളുടെ തൂക്കം എന്ന് മനസ്സിലാക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 53. വണ്ടി മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാളുടെ 10 ഇന്നിങ്സുകളിലെ 10 കളികളിലെ ശരാശരി റൺസ് 32 10 ഇന്നിങ്സുകളിലെ ശരാശരി റൺസ് 32 10 ഇന്നിങ്സ് 10 കളികളിലെ ശരാശരി റൺസ് 32 ശരാശരിയിൽ 2ന്റെ വർധനവുണ്ടാകാൻ അടുത്ത ഇന്നിങ്സിൽ എത്ര റൺസ് എടുക്കണം? അപ്പൊ 10 ഇന്നിങ്സ് കളിച്ചപ്പോ 10 കളികളിൽ അയാൾക്ക് ശരാശരി 32 റൺസേ ഉള്ളൂ. 11ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി റൺസ് 2 കൂടി 34 ആവുന്നതെന്നാ. അപ്പൊ 10 ഇന്നിങ്സിൽ ശരാശരി റൺസ് 32, 11 ഇന്നിങ്സ് കഴിയുമ്പോൾ ശരാശരി റൺസ് 34 ആവണം. 10 ഇന്നിങ്സിൽ 32 ഉണ്ട്, 11 ഇന്നിങ്സ് കഴിയുമ്പോൾ 2 കൂടി 34 ആവണം. അതിന് എത്ര റൺസ് അടിക്കണം? 10 ഇന്നിങ്സിലെ ശരാശരി റൺസ് 32 ആണെങ്കിൽ 10 ഇന്നിങ്സിലെ ആകെ റൺസ് 32 × 10 എത്രയാ? 10 ഇന്നിങ്സിൽ ആകെ 320 റൺസ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരാശരി 32 ആയത്. 11 ഇന്നിങ്സ് കഴിയുമ്പോൾ ശരാശരി 34 ആവണമെങ്കിൽ 11 × 34, അതായത് അയാള് ആകെ 374 റൺസ് നേടണം. 11 ഇന്നിങ്സ് കഴിയുമ്പോൾ ശരാശരി 34 ആകണമെങ്കിൽ 11 ഇന്നിങ്സ് കഴിയുമ്പോൾ 374 റൺസ് അയാൾക്ക് കിട്ടിയിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്ന 54 അല്ലേ? അപ്പൊ 11ാമത്തെ ഇന്നിങ്സിൽ 54 റൺസ് അടിച്ചാൽ
ആകെ റൺസ് 374 ആകും. ആകെ റൺസ് 374 ആയാലേ അയാളുടെ ശരാശരി 2 കൂടി 34 ആകുള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 54 എന്ന് കിട്ടും. 10 ഇന്നിങ്സിൽ 32, 10 ഇന്നിങ്സിൽ ആകെ അയാൾ 320 റൺസ് അടിച്ചിട്ടുണ്ട്. 11ാമത്തെ ഇന്നിങ്സിൽ ശരാശരി 34 ആവണമെങ്കിൽ 374 റൺസ് ആകെ കിട്ടണം. അപ്പൊ 320 ഉള്ളു ഇപ്പം. അപ്പൊ 54 റൺസും കൂടെ അടിച്ചു കൂട്ടിയാൽ 374 ആവും. അപ്പൊ അയാൾ 11ാമത്തെ ഇന്നിങ്സിൽ അടിക്കേണ്ട റൺസ് 54 റൺസ് ആണ് കേട്ടോ. ഓക്കെ, മുന്നോട്ട്. ഒരു ബാറ്റ്സ്മാൻ അയാളുടെ 11ാമത്തെ ഇന്നിങ്സിൽ, ഈ ചോദ്യത്തിന് ഒരു സ്റ്റാർ കൊടുത്തേരെ, ഇത് പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ചോദ്യമാണ്. ഒരു ബാറ്റ്സ്മാൻ അയാളുടെ 11ാമത്തെ ഇന്നിങ്സിൽ 94 റൺസ് നേടിയപ്പോൾ അയാളുടെ ശരാശരി സ്കോർ 2 റൺസ് വർദ്ധിച്ചു എങ്കിൽ അയാളുടെ പഴയ ശരാശരി എത്രയായിരുന്നു? ഓക്കെ, നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോ, മനസ്സിലാക്കാം. ഒരു ബാറ്റ്സ്മാൻ തന്റെ 11ാമത്തെ ഇന്നിങ്സിലാണ് 94 റൺസ് അടിച്ചത്. ഓക്കെ, അപ്പൊ 10 കളികളിൽ അയാളുടെ 10 കളികളിൽ അല്ലെ അയാളുടെ ശരാശരി റൺസ് എക്സ് ആണെന്ന് വിചാരിക്കുക. 10 കളികളിൽ അയാളുടെ ശരാശരി റൺസ് എത്രയായിരുന്നു? എക്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക. 11ാമത്തെ കളിയിൽ അല്ലെങ്കിൽ 11 കളികൾ കഴിഞ്ഞപ്പം ശരാശരി 2 കൂടി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സ് ആയിരുന്ന ശരാശരി x+2 ആയി കാണും. ഇത്രയും ഞാൻ എഴുതിയത് ഓക്കെ ആണോ മക്കളെ? 10 കളികളിൽ ശരാശരി റൺസ് എക്സ് ആണോ? 11 കളികളിൽ ശരാശരി റൺസ് x+2 ആയിരിക്കും. കാരണം 10 കളികളിൽ എത്രയോ ശരാശരി റൺസ് ഉണ്ട്. 11ാമത്തെ കളിയിൽ 94 റൺസ് അടിച്ചപ്പോൾ ശരാശരി റൺസ് കൂടി, 2 കൂടി. അപ്പൊ 10 ഇന്നിങ്സിലെ ശരാശരി റൺസ് എക്സ്, 11 ഇന്നിങ്സ് കഴിയുമ്പോൾ ശരാശരി റൺസ് x+2 ആകും. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, 10 ഇന്നിങ്സിലെ ആകെ റൺസ് എത്രയാ? 10 ഇന്നിങ്സിലെ ശരാശരി റൺസ് എക്സ് ആണെങ്കിൽ 10 ഇന്നിങ്സിലെ ആകെ റൺസ് 10 × x, 10x ആണ് 10 ഇന്നിങ്സിലെ ആകെ റൺസ്. ഓക്കെ, 11 ഇന്നിങ്സിലെ ശരാശരി റൺസ് അല്ലേ x+2. അപ്പൊ 11 ഇന്നിങ്സിലെ ആകെ റൺസ് എത്രയാ? 11 × x+2 എന്ന് വരും, ആണോ? അതായത് 11x + 22 എന്ന് വരും. ഇതാണ് 11 ഇന്നിങ്സിലെ ആകെ റൺസ്. നിങ്ങൾ നോക്കിയേ, ഇത് 10 ഇന്നിങ്സിലെ ആകെ റൺസാ, ഇത് 11 ഇന്നിങ്സിലെ ആകെ റൺസാ. ഇത് നമ്മൾ വ്യത്യാസമാണ് അയാൾ നേടിയ 94 റൺസ്. അതായത് 11x + 22 - 10x എന്ന് പറയുന്നതാണ് അയാൾ നേടിയ 94 റൺസ്. 11x ന്ന് 10x കുറച്ചാൽ x കിട്ടും അല്ലേ, 1x കിട്ടും. ഈക്വൽ ടു 94 - 22 എന്ന് വരും, ആണോ? ഈക്വൽ ടു 72 എന്ന ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കിയേ, എക്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ പഴയ ശരാശരി അല്ലായിരുന്നോ? അത് 72 എന്ന് കിട്ടി. പഴയ ശരാശരി എത്രാന്ന് കണ്ടുപിടിക്കാനാ ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ എ 72 എന്നാണ് കിട്ടുന്നത്. ചെയ്തത് ക്ലിയർ ആണോ നോക്കിക്കേ. ചെയ്തത് ക്ലിയർ ആണോ, പക്കയാണോ നോക്കിക്കേ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരട്ടെ, ഇതൊന്നും ഇല്ല. ഓക്കെ മക്കളെ, 10 കളികളിൽ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഒരാള് തൻ്റെ 11ാമത്തെ ഇന്നിങ്സ് കളിച്ചപ്പോൾ കളിയിൽ 94 റൺസ് നേടി. അതോടെ ഉണ്ടായ മാറ്റം അയാളുടെ ശരാശരി 2 കൂടി എങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ശരാശരി എത്രയായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഞാന് 11ാമത്തെ ഇന്നിങ്സിലല്ലേ 94 റൺസ് എടുത്തത്. 10 ഇന്നിങ്സുകളിൽ എക്സ് ആയിരുന്നു അയാളുടെ ശരാശരി എന്നങ്ങ് അസ്യൂം ചെയ്തു. 11 ഇന്നിങ്സ് കഴിയുമ്പം എക്സ് ആയിരുന്നത് 2 കൂടും, x+2 ആണ് എന്ന് മനസ്സിലായി. അപ്പൊ 10 ഇന്നിങ്സിൽ ശരാശരി എന്ന് പറയുന്നത് എക്സും 11 ഇന്നിങ്സിൽ ശരാശരി x+2 ആണ്.
10 ഇന്നിങ്സിലെ ശരാശരി എക്സ് ആണെങ്കിൽ 10 ഇന്നിങ്സിലെ ആകെ റൺസ് 10x ആണ്. 11 ഇന്നിങ്സിലെ ശരാശരി x+2 ആണെങ്കിൽ 11 ഇന്നിങ്സിലെ ആകെ റൺസ് 11 × x+2 ആണ്. ഇതാണ് 10 ഇന്നിങ്സിൽ ആകെ നേടിയ റൺസ്. ഇതാണ് 11 ഇന്നിങ്സിൽ ആകെ റേഡിയ റൺസ്. 11 ഇന്നിങ്സിൽ ആകെ റേഡിയ റൺസ് നിന്ന് 10 ഇന്നിങ്സിൽ ആകെ റേഡിയ റൺസ് കുറച്ചാൽ 94 കിട്ടും. കാരണം അയാൾ 11ാമത്തെ ഇന്നിങ്സിൽ നേടിയത് 94 ആണ്. അപ്പോൾ 11 ഇന്നിങ്സിലെ ആകെ റൺസും 10 ഇന്നിങ്സിലെ ആകെ റൺസും നമ്മൾ വ്യത്യാസമാണ് ഈ 94. കണ്ടോ? അപ്പം ഈ 11x നിന്ന് 10x കുറച്ചാൽ 1x കിട്ടും. ഈ +22 അങ്ങോട്ട് പോകുമ്പോൾ 94 - 22 എന്നാകും. അപ്പോൾ x 72 എന്ന് കിട്ടും. x എന്ന് പറഞ്ഞാൽ അയാളുടെ പഴയ ശരാശരിയാണ്, 10 ഇന്നിങ്സിലെ ശരാശരിയാണ്. അത് കാണാനാണ് ചോദ്യം. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബാറ്റ്സ്മാൻ തന്റെ 14ാമത്തെ ഇന്നിങ്സിൽ 48 റൺസ് നേടി. ഓക്കെ, അപ്പൊ 13 ഇന്നിങ്സിൽ അയാളുടെ ശരാശരി റൺസ് എക്സ് ആയിരുന്നു. ഇനി 14ാമത്തെ ഇന്നിങ്സിൽ 48 റൺസ് നേടിയപ്പോൾ ശരാശരി 3 കുറഞ്ഞു. അപ്പൊ 14 ഇന്നിങ്സിലെ അയാളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എക്സ് -3 ആണ്. 13 ഇന്നിങ്സിൽ എക്സ് ശരാശരി ഉണ്ടായിരുന്നു. 14ാമത്തെ ഇന്നിങ്സിൽ 48 റൺസ് നേടിയപ്പോൾ ശരാശരി 3 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എക്സ് -3 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയെങ്കിൽ 13 ഇന്നിങ്സിലെ ആകെ റൺസ് 13x. ഓക്കെ, 14 ഇന്നിങ്സിലെ ആകെ റൺസ് 14 × x -3, അതായത് 14x - 14 × 3 42. ഓക്കെ, എനിക്കറിയാം 14 ഇന്നിങ്സിലെ ആകെ റൺസായ 14x - 42 13 ഇന്നിങ്സിലെ ആകെ റൺസായ 13x കുറച്ചാൽ കിട്ടുന്നത് അയാൾ 14ാമത്തെ ഇന്നിങ്സിൽ നേടിയ റൺസായ 48 ആയിരിക്കും. 14x നിന്ന് 13x കുറച്ചാൽ 1x അല്ലേ, ഈക്വൽ ടു -42 അങ്ങോട്ട് പോകുമ്പോൾ +42 ആവും. അപ്പൊ 48 + 42 എന്നാവും. ആണോ? ഈക്വൽ ടു 90 എന്നാണ് കിട്ടുന്നത്. 90 അല്ലേ? അപ്പൊ ഈ എക്സിന്റെ വിലയാണ് 90. ചോദ്യത്തിൽ വന്നേക്കുന്ന എന്താ? 14 ഇന്നിങ്സുകളിലെ ശരാശരി സ്കോർ എത്രയാണ്? അതായത് പഴയ സ്കോർ അല്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശരാശരിയെ ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 13 ഇന്നിങ്സിലെ ശരാശരിയാണ്. 14 ഇന്നിങ്സിലെ ശരാശരി x -3 ആണ്. അപ്പൊ എക്സ് 90 ആയതുകൊണ്ട് 90 നിന്ന് 3 കുറയ്ക്കുന്നതാണ് ഉത്തരം. ആൻസർ 87 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. മക്കളെ, ഇതിന് വേറൊരു രീതിയുണ്ട് ലോജിക്കലി നമ്മൾ ഈക്വൽ ആയിട്ട് കൊടുത്ത് ചെയ്യുന്നത്. ഒന്നാമത് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. 2, അത് പറഞ്ഞ് മനസ്സിലാക്കിയാലും കുറേ ആളുകൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ നോർമൽ മെത്തേഡ് തന്നെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതാകുമ്പം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ഈ ഒരു മോഡൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഈ തൊട്ടു മുമ്പ് ചെയ്ത ചോദ്യവും ഈ ചോദ്യവും. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ഞാൻ ഒരു റൗണ്ടും കൂടെ പറഞ്ഞു തരാം. അതായത് 13 ഇന്നിങ്സിലെ ശരാശരി റൺസ് ആണ് എക്സ്. 14 ഇന്നിങ്സിൽ ശരാശരി റൺസ് x -3 ആണ്. കാരണം 48 റൺ നേടിയപ്പോൾ ശരാശരി 3 കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 13 ഇന്നിങ്സിലെ ആകെ റൺസ് 13x-ഉം 14 ഇന്നിങ്സിലെ ആകെ റൺസ് 14 × x -3 ഇതുമാണ്. 14 ഇന്നിങ്സിലെ ആകെ റൺസിൽ നിന്ന് 13 ഇന്നിങ്സിലെ ആകെ റൺസ് കുറച്ചാൽ 14ാമത്തെ ഇന്നിങ്സിൽ നേടിയ 48 കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ പഴയ ശരാശരിയാണ്, ഇപ്പത്തെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ x -3 ചെയ്യണം. ഓക്കെ, മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബസ്സിലെ 15 യാത്രക്കാരുടെ ശരാശരി ഭാരം 54 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബസ്സിൽ 15 യാത്രക്കാരുണ്ട്. അവരുടെ ശരാശരി ഭാരം തന്നിട്ടുണ്ട് 54 കിലോഗ്രാം ആണ്. 3 പേർ കൂടി അങ്ങോട്ട് വന്നു. അപ്പൊ 18 പേരായി ബസ്സിൽ.
ശരാശരി 56 കിലോഗ്രാമായി. 54 എന്നുള്ളത് 56 കിലോഗ്രാമായി മാറി. എങ്കിൽ പുതുതായി കയറിയവരുടെ ആകെ ഭാരം കാണും. പുതുതായി കയറിയവരുടെ ആകെ ഭാരം കാണും. ഓക്കെ, വെറുതെ നോർമലി ഡിഫറൻസ് എടുത്ത് ചെയ്താൽ പോരെ. നോക്കു മക്കളെ, 15 ആളുകളുടെ ശരാശരി ഭാരം 54 ആണെങ്കിൽ 15 ആളുകളുടെ ആകെ ഭാരം 15 × 54 ആണ്. 15 × 54 നമുക്ക് 810 എന്ന് കിട്ടും. 810 കിലോഗ്രാം. ഓക്കെ, 3 പേരും കൂടെ വന്നപ്പോൾ 18 ആയി, ശരാശരി 56 ആയി. അപ്പൊ 18 പേരുടെ ആകെ ഭാരം 18 × 56 എന്ന് കിട്ടും. 18 × 56 1008 എന്ന് വരും അല്ലേ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് പുതുതായി വന്ന 3 പേരുടെയും കൂടെ ആകെ ഭാരം. അത് 198 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 15 പേരുടെ ആകെ ഭാരം 810, 18 പേരുടെ ആകെ ഭാരം 1008. ഇതിന്റെ ഡിഫറൻസ് ആണ് പുതുതായി വന്ന 3 പേരുടെ ആകെ ഭാരം. നെക്സ്റ്റ്, 25 കുട്ടികളുടെ ശരാശരി ഭാരം 52 കിലോഗ്രാം ആണ്. 25 കുട്ടികളുടെ ശരാശരി ഭാരം 52 കിലോഗ്രാം ആണ്. 5 പേർ കൂടി പുതുതായി വന്നു. അപ്പൊ എത്ര പേരായി? 30. ശരാശരി ഭാരം 500 ഗ്രാം കുറഞ്ഞു. 500 ഗ്രാം കുറയുക എന്ന് പറഞ്ഞാൽ ഓർക്കുക, 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.5 കിലോഗ്രാം ആണ്. അപ്പൊ 500 ഗ്രാം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 1/2 കിലോഗ്രാം കുറഞ്ഞു എന്നാ. അപ്പം 52 എന്നുള്ളത് 51.5 കിലോഗ്രാം ആയിട്ട് മാറി. എങ്കിൽ പുതുതായി വന്നവരുടെ ആകെ ഭാരമല്ല, ശരാശരി ഭാരം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ചെയ്യാൻ 25 പേരുടെ ശരാശരി ഭാരം 52 ആണെങ്കിൽ 25 പേരുടെ ആകെ ഭാരം 25 × 52, 25 × 52 1300 എന്ന് കിട്ടും. ഓക്കെ, ഇനി 30 പേരായി കഴിയുമ്പോൾ 51.5 ആയി ശരാശരി. അപ്പൊ അവരുടെ ആകെ ഭാരം 30 × 51.5 എന്ന് വരും. ആണോ? അതായത് 30 × 51.5 1545 എന്ന് വരും. അപ്പൊ എക്സ്ട്രാ വന്ന 245 ആണ് പുതുതായി വന്ന 5 പേരുടെ ആകെ ഭാരം. നമുക്ക് അവരുടെ ശരാശരി ഭാരം വേണം. അപ്പൊ 245-നെ അവർ 5 പേരല്ലേ ഉള്ളത്, 5 കൊണ്ട് ഹരിക്കണം. ആണോ? ആൻസർ 49 എന്ന് കിട്ടും. ഇതാണ് അവരുടെ ശരാശരി ഭാരം. ഈ 5 പേരുടെ ആകെ ഭാരമാണ് 245. ഡിഫറൻസ്. അവരുടെ ശരാശരി ഭാരം കാണാൻ ആകെ ബൈ എണ്ണം ചെയ്യണം. എണ്ണം 5 ആണ്. ആൻസർ 49 എന്ന് വന്നു. ഇതാണ് ഈ ടൈപ്പ്. അപ്പൊ ഇതിന് പല സ്ഥലത്ത് പല ഷോർട്ട് കട്ടുകളും പല ടെക്നിക്കുകളും ഒക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് എന്താ അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, മക്കളെ, ഓരോന്നിനും ഓരോ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരും. ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ ഒരു രീതി, ഒരാൾ പോയി എന്ന് പറയുമ്പം ഇനി 2 or 3 പേര് വന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ അവിടെ വ്യത്യാസം വരും. ഇനി അപ്പൊ നിങ്ങൾക്ക് അത് ആ കൺഫ്യൂഷൻ ആയി ഷോർട്ട് കട്ടുകൾ. ഈ നോർമൽ മെത്തേഡിൽ ചെയ്താൽ ഇത് എത്ര പേര് വന്നു, എത്ര പേര് പോയി, എത്ര കൂടി, എത്ര കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കും. നമ്മുടെ 11ാമത്തെ ടൈപ്പ് ചോദ്യം ഇതാണ്. ദേ കണ്ടോ ചോദ്യം. 8 ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും 70 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ 3 കിലോഗ്രാം കൂടുകയാണെങ്കിൽ വന്നയാളുടെ തൂക്കം എത്ര? അപ്പം 8 ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും 70 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ അവരുടെ ശരാശരി തൂക്കം 3 കിലോഗ്രാം കൂടുകയാണെങ്കിൽ വന്നയാളുടെ തൂക്കം. അപ്പം ഇത് അടുത്ത ടൈപ്പാണ്. 10ാമത്തെ ടൈപ്പുമായിട്ടുള്ള വ്യത്യാസം ചോദിച്ചാൽ, 10ാമത്തെ ടൈപ്പിൽ ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ വരുന്ന സാഹചര്യമായിരുന്നു. കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് ടീച്ചർ വന്നു, അങ്ങനല്ലേ. ഇവിടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പോയിട്ട് പകരമാണ് ഒരാൾ വരുന്നത്. അതാണ് 10ഉം 11ഉം നമ്മളെ വ്യത്യാസം. ഒരാൾ പോയിട്ട് പകരം ഒരാൾ വരുന്ന സാഹചര്യം. ഓക്കെ, ഇങ്ങനെ വന്നാലും ഇക്വേഷൻ ഉണ്ട്. വന്നയാളുടെ തൂക്കം ഈക്വൽ ടു പോയ ആളുടെ തൂക്കം
പ്ലസ് ഓർ മൈനസ് ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. കൂടുവാണെങ്കിൽ പ്ലസ് സൈൻ, കുറയുവാണെങ്കിൽ മൈനസ് സൈൻ. അപ്പൊ ഇക്വേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വന്നയാളുടെ തൂക്കം ഈക്വൽ ടു പോയയാളുടെ തൂക്കം പ്ലസ് ഓർ മൈനസ്. അപ്പൊ ശരാശരി കൂടിയെന്നാണെങ്കിൽ പ്ലസ് കൊടുത്തോണം, ശരാശരി കുറഞ്ഞെന്നാണെങ്കിൽ മൈനസ് കൊടുത്തോണം. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതാണ് ഇക്വേഷൻ. തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഇനി നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ളത് പഠിക്കാം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ശ്രദ്ധിച്ച് കേട്ടോണേ മക്കളെ. 8 ആളുകളുടെ ഗ്രൂപ്പ് അല്ലേ? ഓക്കെ, അപ്പൊ എത്ര ആളുകളുണ്ട്? 8 ആളുകളുണ്ട്. 8 ആളുകളുടെ ഗ്രൂപ്പിൽ നിന്നും 70 കിലോഗ്രാം തൂക്കമുള്ള ആള് പോയി എന്നല്ലേ പറഞ്ഞേക്കുന്നേ? പോയി. എന്നിട്ട് പുതിയൊരാള് വന്നപ്പോൾ അവരുടെ ശരാശരി തൂക്കം 3 കിലോഗ്രാം കൂടി എന്നല്ലേ പറഞ്ഞേക്കുന്നേ? എങ്കിൽ വന്നയാളുടെ തൂക്കം എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഓർത്തോണം, 8 ആളുകളുടെ ഗ്രൂപ്പാ. അതിൽ നിന്ന് 70 കിലോഗ്രാം തൂക്കമുള്ള ആളാണ് പോകുന്നത്. പകരം ഒരാൾ വന്നപ്പോൾ ശരാശരി തൂക്കത്തിൽ 3 കിലോഗ്രാമിന്റെ വർധനവാണ് ഉണ്ടാകുന്നത്. എങ്കിൽ വന്നയാളുടെ തൂക്കം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരി മക്കളെ, ഇങ്ങനെ ആലോചിച്ചേ. ശരാശരി 3 കിലോഗ്രാം കൂടണമെങ്കിൽ ആകെ തൂക്കം 8 × 3 24 കിലോഗ്രാം കൂടണം. ആകെ തൂക്കം 24 കിലോഗ്രാം കൂടിയാലേ ബൈ എണ്ണം 8 ചെയ്യുമ്പോൾ ശരാശരി തൂക്കം 3 കിലോഗ്രാം കൂടുള്ളൂ. അപ്പൊ ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നപ്പം ആകെ തൂക്കത്തിൽ 24 കിലോഗ്രാമിന്റെ വർധന ഉണ്ടായാൽ വന്നയാളുടെ തൂക്കം എന്ന് പറഞ്ഞാൽ പോയയാളുടെ തൂക്കത്തേക്കാൾ 24 കൂടുതലായിരിക്കണം. അപ്പൊ 70 + 24 അതായത് 94 കിലോഗ്രാം ആണ് വന്നയാളുടെ തൂക്കം. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഞാൻ പറയട്ടെ, 70 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയിട്ട് 70 കിലോഗ്രാം തൂക്കമുള്ള ഒരാളാ വരുന്നതെങ്കിൽ ശരാശരിയിൽ മാറ്റം ഉണ്ടാവില്ല. ഉറപ്പല്ലേ? 70 കിലോഗ്രാം തൂക്കം ഉള്ള ആള് പോയിട്ട് 70-ൽ കുറവ് തൂക്കമുള്ള ആളാണ് വരുന്നതെങ്കിൽ ശരാശരി തൂക്കം കുറയും അല്ലേ? 70 കിലോഗ്രാം തൂക്കമുള്ള ആള് പോയിട്ട് അതിലും തൂക്കമുള്ള ആള് വന്നാൽ ശരാശരി തൂക്കം കൂടും അല്ലേ? അപ്പൊ ഇവിടെ 3 കിലോഗ്രാം ശരാശരി തൂക്കം കൂടി എന്ന് പറഞ്ഞാൽ വന്നയാൾക്ക് തൂക്കം കൂടുതലായിരുന്നു എന്നല്ലേ അർത്ഥം? ആണോ മക്കളെ? വന്നയാൾക്ക് തൂക്കം കൂടുതലായിരുന്നു എന്ന അർത്ഥം അല്ലേ? അപ്പൊ ഇത്ര ഓർക്കുക, ശരാശരി തൂക്കം 3 കിലോഗ്രാം കൂടണമെങ്കിൽ ആകെ തൂക്കം 8 എണ്ണം ഇൻറ്റു ശരാശരി. ആകെ തൂക്കം N3 24 കിലോഗ്രാം കൂടണം. ആകെ തൂക്കം 24 കിലോഗ്രാം കൂടണമെങ്കിൽ വന്നയാൾക്ക് പോയ ആളേക്കാൾ 24 കിലോഗ്രാം തൂക്കം കൂടുതൽ വേണം. അപ്പൊ 70 + 24 94 കിലോഗ്രാം ആയിരിക്കണം വന്നയാളുടെ തൂക്കം. അപ്പൊ പോയയാളുടെ 70 കിലോഗ്രാം നികന്നുപോയി 24 കിലോഗ്രാം എക്സ്ട്രാ വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഈ കണക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയട്ടെ. അപ്പൊ ഒരാൾ പോയിട്ട് ഒരാൾ വരുന്ന സാഹചര്യം. അപ്പൊ ടൈപ്പ് 11ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ പോയി ഒരാൾ വന്നു എന്ന് പറയുന്ന സാഹചര്യം. അപ്പൊ നിങ്ങൾ ഓർത്തേ, ഒരാൾ പോയി ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ മാറ്റം വരുന്നില്ലല്ലോ? ഇല്ല. അപ്പം ശരാശരി തൂക്കം 3 കിലോഗ്രാം കൂടിയെങ്കിൽ ആകെ തൂക്കം 8 × 3 24 കിലോഗ്രാം കൂടിക്കാണും. അങ്ങനെയെങ്കിൽ വന്നയാൾക്ക് പോയ ആളേക്കാൾ 24 കിലോഗ്രാം തൂക്കം കൂടുതൽ വേണം. 70 + 24 94 കിലോഗ്രാം ആണ് വന്നയാളുടെ തൂക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 ആളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും 60 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി മക്കളെ. എന്നിട്ട് പകരം ഒരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടി എന്നാ പറഞ്ഞേക്കുന്നേ. വന്നയാളുടെ തൂക്കം കാണണം അല്ലേ? ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടിയെങ്കിൽ ആകെ തൂക്കം 5 × 2 10 കിലോഗ്രാം കൂടിക്കാണും. ആകെ തൂക്കം 10 കിലോഗ്രാം കൂടിയെങ്കിൽ വന്നയാളുടെ തൂക്കം പോയയാളുടെ തൂക്കം പ്ലസ് 10ന് തുല്യമായിരിക്കും. അതായത് 70 കിലോഗ്രാം ആയിരിക്കും വന്നയാളുടെ തൂക്കം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി എന്നാണ് കിട്ടുന്നത്. ചെയ്ത് ക്ലിയർ ആണോ? ഓക്കെ.
5 ആളുകളുടെ ഗ്രൂപ്പാ. അതിൽ നിന്ന് 60 കിലോഗ്രാം തൂക്കമുള്ള ആൾ പോയി, മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടി. മക്കളെ, ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടിയെങ്കിൽ ആകെ തൂക്കം 5 × 2 10 കിലോഗ്രാം കൂടി കാണും. ആകെ തൂക്കം 10 കിലോഗ്രാം കൂടണമെങ്കിൽ വന്നയാൾക്ക് പോയ ആളേക്കാൾ 10 കിലോഗ്രാം തൂക്കം കൂടുതൽ വേണം. സോ 60 + 10 വന്നയാളുടെ തൂക്കം 70 കിലോഗ്രാം ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും 35 വയസ്സുള്ള ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നപ്പം അവരുടെ ശരാശരി വയസ്സ് 2 കുറയുന്നു എങ്കിൽ വന്നയാളുടെ വയസ്സ്. മക്കളെ, ശരാശരി വയസ്സ് 2 കുറഞ്ഞെങ്കിൽ ആകെ വയസ്സ് 4 × 2 8 കുറഞ്ഞു കാണും. ആകെ വയസ്സ് 8 കുറയണമെങ്കിൽ വന്നയാളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ പോയയാളുടെ വയസ്സിനേക്കാൾ 8 കുറവായിരിക്കണം. അപ്പൊ വന്നയാളുടെ വയസ്സ് = 35 - 8 = 27 എന്ന് കിട്ടും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 27. 4 ആളുകളുടെ ഗ്രൂപ്പിൽ നിന്നും 35 വയസ്സുള്ള ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി വയസ്സ് 2 കുറഞ്ഞു എങ്കിൽ വന്നയാളുടെ വയസ്സ് കണ്ടുപിടിക്കണം. ശരാശരി വയസ്സ് 2 കുറഞ്ഞെങ്കിൽ ആകെ വയസ്സ് 4 × 2 8 കുറഞ്ഞു കാണും. ആകെ വയസ്സ് 8 കുറയണമെങ്കിൽ വന്നയാൾക്ക് പോയയാളേക്കാൾ 8 വയസ്സ് കുറവായിരിക്കണം. 35 - 8 27 ആണ് വന്നയാളുടെ വയസ്സ്. ഇനി പഠിക്കുന്നത് ആവറേജിന്റെ 12ാമത്തെ ടൈപ്പ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വായിച്ചു നോക്കിക്കേ മക്കളെ. ഒരു കുട്ടിക്ക് ഓണപ്പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് 57 ആണ്. അപ്പോൾ ഓണപരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും കൂടെ 57 ശരാശരി മാർക്കുണ്ട്. കണക്കിന് ഒരു 6 മാർക്കും സയൻസിന് ഒരു 12 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി മാർക്ക് 59 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ എഴുതിയത്? കണ്ടോ, എത്ര വിഷയങ്ങൾക്കാണ് കുട്ടി പരീക്ഷ എഴുതിയത് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ അതായത് വിഷയങ്ങളുടെ എണ്ണമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. എത്ര വിഷയങ്ങൾക്കാണ് കുട്ടി പരീക്ഷ എഴുതിയത് എന്നതാണ് ചോദ്യം. മക്കളെ, ഇത്ര ഓർത്തേ. അപ്പൊ ഇത് വിഷയങ്ങളുടെ എണ്ണം കാണാനാ. വിഷയങ്ങളുടെ എണ്ണം, ചോദ്യം ഒരു വിഷയം അല്ലേ, വിഷയങ്ങളുടെ എണ്ണം കാണാനാണ് അല്ലേ. അപ്പം ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യം 57 ശരാശരി ഉണ്ടായിരുന്നു, ഇനി ഒരു 6ഉം ഒരു 12ഉം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ 59 ശരാശരി ആയേനെ. എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പൊ ഇതിന് ഷോർട്ട് കട്ട് ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തരാം. മക്കളെ, ഇങ്ങനെ ഷോർട്ട് കട്ട് പഠിച്ചോ. വിഷയങ്ങളുടെ എണ്ണം കാണാൻ വിഷയങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി ചെയ്താൽ മതി. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇതാണ് വിഷയങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ. കാണാതെ പഠിച്ചു, എക്സാമിന് വന്ന് ഇങ്ങനെ ചെയ്താൽ മതി. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. എത്ര വിഷയങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം എത്ര മാർക്ക് കൂടിയെന്ന് നോക്കുക, ബൈ എത്ര ശരാശരി കൂടിയെന്ന് നോക്കുക. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. കൂടിയ മാർക്ക് ആദ്യം ഒരു 6, പിന്നെ ഒരു 12, അപ്പൊ കൂടിയ മാർക്ക് 18. കൂടിയ ശരാശരി 57 ആയിരുന്നു അല്ലെ, 59 2 കൂടി. 18/2 9 മക്കളെ വിഷയങ്ങളുടെ എണ്ണം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പൊ വിഷയങ്ങളുടെ എണ്ണം 9. കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. കേട്ടോ? ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാ. ഇനി അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കൺസെപ്റ്റ് പഠിക്കാനാണെങ്കിൽ കൺസെപ്റ്റ് വൈസും ഒന്ന് പറഞ്ഞു തന്നേക്കാം. കൺസെപ്റ്റ് വൈസും കൂടെ ഒന്ന് കേട്ടോ മക്കളെ. എക്സ് വിഷയങ്ങളാണ് ഓണപരീക്ഷയ്ക്കുള്ളത് എന്ന് വിചാരിക്കുക. അതിന് 57 ശരാശരി മാർക്കുണ്ട്. അപ്പൊ എക്സ് വിഷയങ്ങൾക്കും കൂടെ 57 ശരാശരി ഉണ്ട്. ഓക്കെ, ഇനി ഒരു 6ഉം 12ഉം മാർക്ക് കിട്ടിക്കഴിയുമ്പം എക്സ് വിഷയങ്ങളുടെ ശരാശരി 59 ആയിട്ട് മാറും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആദ്യം 57 ശരാശരി. ഇനി ഒരു 6ഉം 12ഉം മാർക്കും കൂടെ കിട്ടിക്കഴിയുമ്പം 57 ആയിരുന്ന ശരാശരി 59 മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എക്സ് വിഷയങ്ങളുടെ ശരാശരി 57 ആണെങ്കിൽ എക്സ് വിഷയങ്ങളുടെ ആകെ മാർക്ക് 57x ആയിരുന്നു ആദ്യം.
ഇത്രയും മാർക്ക് കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇത് 59x ആയിട്ട് മാറും അല്ലേ. എക്സ് വിഷയങ്ങളെ ശരാശരി 57, അപ്പൊ ആകെ മാർക്ക് 57x. എക്സ് വിഷയങ്ങളെ ശരാശരി 59 മാറുമെങ്കിൽ ആകെ മാർക്ക് 59x ആയിട്ട് മാറും. ഈ 57x 59x നമ്മൾ വ്യത്യാസമാണ് മക്കളെ കൂടിയ മാർക്കായ 18. അപ്പൊ 59x മൈനസ് 57x ആണ് കൂടിയ മാർക്കായിട്ടുള്ള 18. അപ്പൊ 2x ഈക്വൽ ടു 18 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് വിഷയങ്ങളുടെ എണ്ണമല്ലേ എക്സ് വിഷയങ്ങൾ എന്നല്ലേ 18/2 9 എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്നത്. അപ്പൊ എക്സ് വിഷയങ്ങളെ ശരാശരി 57 ആണ്. ഇനി മാർക്ക് കൂടി കഴിയുമ്പോൾ 59 ആകും. 59 ആയി കഴിയുമ്പോൾ ആകെ മാർക്ക് 59x. ആദ്യം ഉണ്ടായിരുന്ന ആകെ മാർക്ക് 57x. ഈ പുതിയ ആകെ മാർക്കും പഴയ ആകെ മാർക്കും തമ്മിൽ വ്യത്യാസമാണ് 18. കാരണം 18ന്റെ വർധനവ് ഉണ്ടായേ. ഇപ്പൊ 2x ഈക്വൽ ടു 18, x ഈക്വൽ ടു 9 എന്ന് വരും കേട്ടോ. ഇത് നോർമലി ചെയ്യുന്ന രീതി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ ശരാശരി മാർക്ക് 38 ആണ്. ഇംഗ്ലീഷിനൊരു 8ഉം മലയാളത്തിനൊരു 4ഉം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി മാർക്ക് 1 കൂടുമായിരുന്നു. എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം ആണോ? വിഷയങ്ങളുടെ എണ്ണം അല്ലെ. വിഷയങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. കൂടിയ മാർക്ക് ഒരു 8ഉം ഒരു 4ഉം, കൂടിയ മാർക്ക് 12 ബൈ കൂടിയ ശരാശരി 1 കൂടുമായിരുന്നു എന്നാ പറഞ്ഞത്. 12/1 നമുക്ക് 12 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ. അപ്പൊ വിഷയങ്ങളുടെ എണ്ണം 12, കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. 12 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടിക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് 57 ആണ്. സയൻസിന് 7ഉം കണക്കിന് 8ഉം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 3 കൂടുമായിരുന്നു. എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ഇതും വിഷയങ്ങളുടെ എണ്ണം കാണാനാണ്. എന്താ വിഷയങ്ങളുടെ എണ്ണം കാണാൻ ചെയ്യേണ്ടത്? കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. 7ഉം 8ഉം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 7ഉം 8ഉം 15 ആണ് കൂടിയ മാർക്ക്. കൂടിയ ശരാശരി 3 കൂടുന്ന പറഞ്ഞേക്കുന്നത്. 15/3 5 എന്നാണ് ആൻസർ കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5. മുന്നോട്ട്. ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ ശരാശരി മാർക്ക് 42 ആണ്. ശരി, 42 ആണ്. ഇംഗ്ലീഷിനൊരു 4ഉം മലയാളത്തിനൊരു 6ഉം കുറവായിരുന്നെങ്കിൽ ശരാശരി 2 കുറയുമായിരുന്നു. എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം. ഇവിടെ കുറഞ്ഞു എന്നല്ലേ മക്കളെ പറഞ്ഞേക്കുന്നേ. അപ്പൊ വിഷയങ്ങളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യണ്ടേ? കുറഞ്ഞ മാർക്ക് ഡിവൈഡഡ് ബൈ കുറഞ്ഞ ശരാശരി ചെയ്താൽ മതി. കുറഞ്ഞ മാർക്ക് ഡിവൈഡഡ് ബൈ കുറഞ്ഞ ശരാശരി ചെയ്താൽ മതി. കുറഞ്ഞ മാർക്ക് എത്രയാ? കുറഞ്ഞ മാർക്ക് എന്ന് പറഞ്ഞാൽ 6ഉം ഒരു 4ഉം 10. കുറഞ്ഞ ശരാശരി എത്രയാ? 2. 10/2 നമുക്ക് ആൻസർ ഇതും എത്രന്ന് കിട്ടും? ആൻസർ 5 എന്ന് കിട്ടും. അപ്പൊ കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി എന്നാ വരുന്നേ. 10/2 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ? അപ്പൊ വിഷയങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി അല്ലെ. കൂടിയെന്നാണെങ്കിൽ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇവിടെ 6ഉം 4ഉം കുറയുമായിരുന്നെങ്കിൽ 10 ആണ് കുറഞ്ഞ മാർക്ക്. ശരാശരിയിലുള്ള വ്യത്യാസം 2 ആണ്. കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി കേട്ടോ. അപ്പൊ കൂടി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി ചെയ്തോണം. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ എണ്ണം കാണാൻ കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി ചെയ്തോണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ പാർട്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? അടുത്ത ഒരു പാർട്ട് വീഡിയോയും കൂടെ വരും ഈ ചാപ്റ്ററിന്. ആ ഒരു പാർട്ട് വീഡിയോയും കൂടെ വരുമ്പം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിക്കോളും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ.